അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നഹ്ലത്തുൽ ഇൻതിബാഹിയ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ജദ്ദിന്റെ 4 അർത്ഥം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ജദ്ദ എന്ന പദം, ജദ്ദ എന്നുള്ള ഒരു മാദിയായിട്ടുള്ള ഒരു ക്രിയ, അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടിയ അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. അത് നമ്മൾ ജദ് വല്ലിപ്പ ഉപ്പുപ്പ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ജമ്മ് അജ്ദാദ് എന്നാണ്. അജ്ദാദ്. അപ്പോൾ അജ്ദാദാണ് നമ്മൾ പിന്നെ 98-99% നമ്മൾ ഉപയോഗിക്കുന്നത് അജ്ദാദ് എന്നാണ്. എന്നാൽ വളരെ വിരളമായിട്ട് ജുദൂദ് എന്ന് പ്രയോഗിക്കാറുണ്ട്. അത് വളരെ വിരളമായിട്ടാണ്. അതിന് കാരണം എന്താണെന്ന് പറയാം. പിന്നെ ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ് ജദീദ്. അപ്പോൾ അത് ജദ്ദ എന്നുള്ള വാക്കുന്ന് വന്നു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇത് പറയാം കേട്ടോ. ജദീദ് അതിന്റെ ജമ്മ് ജുദദ് എന്നാണ്. ജദീദും ജമ്മ് ജുദദ്. അതിന് മറ്റൊരു ജമ്മുണ്ട് ജുദൂദ് എന്നും ജമ്മുണ്ട്. അതായത് ദാലിന് ദമ്മ് വന്നാലും അതിന്റെ ജമ്മ തന്നെയാണ്, ഫതഹ് വന്നാലും അതിന്റെ ജമ്മ തന്നെയാണ്. ജുദദ്, ജുദൂദ്. ഓക്കെ. ഇനി ജിദ് എന്ന് വാക്കുണ്ട്. ജിദ് ജിദ് പറഞ്ഞാൽ പരിശ്രമം എന്നാണ് അർത്ഥം. ജദ്ദ ജിദ്ദുക്ക വ കദ്ദ കിദ്ദുക്ക ഉണ്ട്. അറബിയിൽ ഒരു പഴമൊഴി തന്നെ ഉണ്ട്, ഒരു പഴമൊഴി തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ അത് ജിദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാണ് അർത്ഥം. അതിന്റെ ജമ്മ ജുദൂദ് എന്നാണ്. അതിന് ജിദ്ദിന് ജുദൂദ് ഉണ്ടായതുകൊണ്ടാണ് ജദ്ദിന് 99% അജ്ദാദാണ് പ്രയോഗിക്കാറ് എന്ന് പറയാമല്ലോ. അത് അതുകൊണ്ടാണ്. അപ്പോ ഇനി ജദ്ദ എന്നുള്ള ആ ഒരു ഫിഅലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ജദ്ദ യജിദ്ദു എന്ന് പറഞ്ഞാൽ ഫഅല യഫ്ഇലു എന്നുള്ള ബാബിലാണ്, വസനിലാണ് അത് പെടുക. ഫഅല യഫ്ഇലു. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പരിശ്രമം ചെയ്തു എന്നാണ്. ജദ്ദ യജിദ്ദു, പരിശ്രമം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം വരിക. അതേസമയം ജദ്ദ യജുദ്ദു എന്ന് പറഞ്ഞാൽ ഫഅല യഫ്ഉലു എന്നുള്ളതാണ്. ഇതിലാണ് പുതിയതായി എന്നുള്ള വാക്ക് വരുന്നത്. ജദ്ദ യജുദ്ദു എന്നുള്ള വാക്ക് ഇതിലാണ് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പരിചയപ്പെടാം. ഇനി നമ്മൾ ജാതുൻ എന്ന് പറയാറുണ്ട്. ജാതു എന്ന് പറഞ്ഞാൽ അടിയുറച്ചത്, അതുപോലെ മുരടിച്ചത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിന് ജാതുൻ എന്ന് പറയാറുണ്ട്. അടിയുറച്ച് നിൽക്കുന്നത്, അതിന് നമ്മൾ ജാതുൻ എന്ന് പറയാറുണ്ട്. ഇനി ഇതിൽ ജദ്ദ ഫി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ജദ്ദ ഫി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇജ്തഹദ എന്നാണ്. അതായത് പരിശ്രമിച്ചു എന്നാണ് അർത്ഥം. മനസ്സിലുണ്ടോ? ജദ്ദ ഫി എന്ന് പറഞ്ഞാൽ. അതേസമയം ജദ്ദ ബി എന്ന് പറഞ്ഞാൽ നേടിയെടുത്തു എന്നാണ്. ജദ്ദ ബി എന്ന് പറഞ്ഞാൽ. അപ്പോ അർത്ഥം പറഞ്ഞതിനനുസരിച്ച് അർത്ഥം മനസ്സിലാക്കുക. ജദ്ദ ബി. മനസ്സിലുണ്ടോ? അപ്പൊ അങ്ങനെ അർത്ഥങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. സോറ ജദീദൻ എന്നൊക്കെ ഹദസ, അതൊക്കെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ജിദ് ഹസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജിദ് നമ്മൾ പറഞ്ഞല്ലോ, അത് പരിശ്രമം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് നമ്മൾ പറഞ്ഞു. ഇഷ്താല ബി ജിദ്ദിൻ എന്ന് പറഞ്ഞാൽ പരിശ്രമത്തിൽ വ്യാപൃതനായി എന്നുള്ളതാണ് ഇഷ്താല ബി ജിദ്ദിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ജദ്ദ എന്ന് പറഞ്ഞാൽ അർത്ഥം ഹസുന എന്നുണ്ട്. അതാണ് ജദ്ദ ജിദ്ദുക്ക എന്നാൽ ഇതിന്റെ പരിശ്രമം എന്താണ്, നന്നായി തീർന്നു എന്നാണ്. ഹസുന എന്നുള്ള അർത്ഥമാക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ജദ്ദ എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജദ് ഷാത്യുൻ നെഹ്ർ എന്നുള്ള വാക്കിന് ജുദ് എന്ന് പറയുന്നുണ്ട്. ഷാത്യുൻ നെഹ്ർ, പുഴയുടെ തീരം എന്നുള്ളതിന് ജുദ് എന്നുള്ളത് ഷാത്യുൻ നെഹ്ർ എന്നുള്ള ഒരു വാക്ക്, ജാനിബഷി ഒരു ഭാഗത്തിന്റെ ഭാഗം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, അതുപോലെ തന്നെ ഓഹരി എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ജുദ് എന്നുള്ളതിന്റെ ജമ്മാണ് അജദ് എന്നുള്ളത്. അജദ് എന്നുള്ളത്. ജുദ് എന്നുള്ളതിന് ജദ്ദ എന്നും ജമ്മുണ്ട്. ജദ്ദ. ഓക്കെ. ജദ്ദ എന്നും ജമ്മുണ്ട്. അപ്പൊ ഇത് ജദ്ദുമായി ബന്ധപ്പെട്ട് ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജദ് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം, ഒരു ഫേല് ഓർമ്മ വന്നത്. മസ്സ യമസ്സു എന്നാ പറഞ്ഞാൽ മസിസ യംസസു എന്നാണ്. മസിസ യംസസു, അതിന്റെ അസിൽ വാക്ക് അതാണ്, മസിസ യംസസു. അതിന്റെ ബാബ് ഷരീബ യഷ്റബു ബാബിലാണ് വരുന്നത്. ഷരീബ യഷ്റബു ബാബിലാണ്. അതിന്റെ അർത്ഥം മസ്സ യമസ്സു എന്ന് പറഞ്ഞാൽ അസ്വാബ, ബാധിച്ചു എന്നാണ്. മസ്സ യമസ്സു. അപ്പൊ ഈ വാക്ക് ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് ബാധിച്ചു എന്നുള്ള അർത്ഥത്തിൽ. ഇനി മസ്സ യമുസ്സു ഉണ്ട്. അതിന്റെ അസിൽ വാക്ക് മസസ യംസുസു എന്നാണ്. മസസ യംസുസു എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് നസറ ബാബിലാണ്. നസറ യൻസുറു ബാബിലാണ്. അതിന്റെ അർത്ഥമാട്ടെ സ്പർശിച്ചു, ലമസ, സ്പർശിച്ചു എന്നുള്ളതാണ്. ഇതും ഖുർആനിൽ 1-2 സ്ഥലത്ത് ഈ അർത്ഥത്തിലും ഖുർആനിൽ വന്നിട്ടുണ്ട്. കൂടുതലും വന്നിട്ടുള്ളത് ബാധിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. കൂടുതലും വന്നിട്ടുള്ളത് ബാധിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. മസ്സ എന്നുള്ള വാക്ക് കൂടുതലും വന്നിട്ടുള്ളത്
ബാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ.